നമ്മൾ സ്ത്രീപക്ഷപാതം എന്ന് പറയുമ്പോൾ ഇതിലൊരു കപട സ്ത്രീപക്ഷപാതം. സ്ത്രീകൾ ആക്രമിക്കപ്പെടുമ്പോൾ മാത്രം പറയുന്നതല്ല സ്ത്രീപക്ഷപാതം. ഏതെങ്കിലും പുരുഷനെ ആക്രമിക്കാൻ വേണ്ടിയിട്ടും ഇവർ ഏതെങ്കിലും ഒരു സ്ത്രീയെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അപ്പൊ ഒരു പുരുഷനെ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടി ഇവർ കൂട്ടിച്ചേർക്കുന്ന ഒരു സ്ത്രീ ഉണ്ടാകുമല്ലോ, ആ സ്ത്രീക്കും നീതി അവകാശപ്പെട്ടല്ലേ. അപ്പൊ യഥാർത്ഥ സ്ത്രീപക്ഷവാദം എന്ന് പറഞ്ഞാൽ സ്ത്രീക്കും പുരുഷനും തുല്യമായിട്ട് ഈ അവകാശം ഉറപ്പ് നൽകണമെന്നാണ് പറയേണ്ടത്. ഇവരുടെ നേതാക്കന്മാർക്കെതിരെ ആരെങ്കിലും ആക്ഷേപം ചൊരിയുന്നത് തെറ്റാണെന്ന് പറയുന്നതിന് കാരണം അങ്ങനെ ആക്ഷേപം ചൊരിയാനുള്ള സാഹചര്യം സൃഷ്ടിച്ചത് ഇവരാണ്. ഇത്തരം രീതികൾ തുടർന്നു വന്നത് തുടക്കമിട്ടത് അവരാണ്, ഇന്നും തുടരുന്നത് അവരാണ്. അത് മാത്രമല്ല, സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ ഇവരുടെ പാർട്ടിയുടെയാണ്. അവരാണ്, ഈ സർക്കാരാണ് നിയമ നടപടി സ്വീകരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ബിന്ദു കൃഷ്ണയ്ക്ക്, ഉമാ തോമസിന്, കെ രമയ്ക്ക്, ഷാനിമോൾ ഉസ്മാന്, വനിതാ മാധ്യമ പ്രവർത്തകര്, എത്രയോ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകളായിരുന്ന ഉമ്മന്, ഉമ്മൻചാണ്ടിയുടെ ഭാര്യയ്ക്ക്, അതായത് ഉമ്മൻചാണ്ടിയോടൊപ്പം ഒരു സ്ത്രീ ട്രെയിനിൽ സഞ്ചരിച്ചു എന്നാണ് ഇവര് പറയുന്നത്. ഉമ്മൻചാണ്ടിയോടൊപ്പം ഏത് സ്ത്രീ സഞ്ചരിച്ചാലും CPM എന്താ, ഇവരാരാ അതൊക്കെ ചോദിക്കാൻ? അവസാനം ഉമ്മൻചാണ്ടിയുടെ ഭാര്യ തന്നെ പൊതുസമൂഹത്തിൽ പറഞ്ഞു അത് ഞാനാണെന്ന്. അതൊരു ഗതികേടാണ്. ആ ഗതികേട് ഉണ്ടാക്കിയത് ഇവരാണ്.